അത്യാധുനിക സൗകര്യങ്ങളോടെ ബി.ജെ.പിയുടെ പുതിയ പാലക്കാട് ജില്ലാ കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ കാര്യാലയം 16,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 നിലകളിൽ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന കാര്യാലയം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. ബി.ജെ.പിക്ക് കേരളത്തിൽ ശക്തിയും സ്വാധീനവും ഏറെയുള്ള ജില്ലകളിലൊന്നാണ് പാലക്കാട്. ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് സമുച്ചയം പ്രവർത്തനം ആരംഭിച്ചത്. 4 നിലകളിൽ 16,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഹരിക്കാര സ്ട്രീറ്റിൽ നിർമ്മിച്ച പുതിയ ഓഫീസ്. പൂർണ്ണമായും സെൻട്രലൈസ്ഡ് AC സംവിധാനം, ഹൈടെക് വീഡിയോ കോൺഫറൻസ് റൂം, പ്രസ് കോൺഫറൻസ് ഹാൾ, 250-ലധികം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, മീറ്റിംഗ് ഹാൾ, ലൈബ്രറി, IT ഡിജിറ്റൽ ലൈബ്രറി, നേതാക്കൾക്കുള്ള താമസ സൗകര്യം, പ്രസിഡന്റ് ഓഫീസ്, വിവിധ സെല്ലുകൾ, മോർച്ചകൾ എന്നിവർക്കായുള്ള ഓഫീസുകൾ എന്നിവയും ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭവനിൽ ഒരുക്കിയിട്ടുണ്ട്. ഓഫീസ് ഉദ്ഘാടനം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനാണ് നിർവഹിച്ചത്. നേരത്തെ ഓഫീസ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠൻ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ MP-യുടെ ആരോപണം അല്പത്തരമാണെന്ന് ബി.ജെ.പി തിരിച്ചടിക്കുകയും ചെയ്തു. പിന്നെ ബി.ജെ.പിയുടെ മനോഹരമായിട്ടുള്ള ഓഫീസ് വരുന്ന സമയത്ത് ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർക്ക് അതിൽ അസൂയുണ്ടാവും. അതിൽ ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല. കോൺഗ്രസിൻ്റെ ഓഫീസ് നിർമ്മിക്കാനായിട്ട് സിവിൽ സ്റ്റേഷൻ്റെ ഭാഗത്ത് വാങ്ങിയ സ്ഥലം സംബന്ധിച്ച് കോൺഗ്രസിന് ഉള്ളിൽ പുകയുന്ന വിവാദം, അത്തരത്തിലുള്ള വിവാദമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയില്ല. വളരെ അടുക്കും ചിട്ടയോടുകൂടി വ്യക്തമായിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് നിർമ്മാണം. ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനവും അടുത്തിടെ നടന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് പാലക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പി ലക്ഷ്യം വയ്ക്കുന്നത്. മണ്ഡലത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നതും ബി.ജെ.പി ആയിരുന്നു. അമൃത ന്യൂസ്, പാലക്കാട്.